മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വാഴക്കാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ പിടിയിൽ. 6 സംഘത്തിലെ 3 പേരാണ് പിടിയിലായത്. വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിക്കുകയും പോലീസിൽ പരാതി നൽകിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വാഴക്കാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേർ പിടിയിൽ. വൈദ്യരങ്ങാടി സ്വദേശി ജിഹാസ് മുഹമ്മദ്, രാമനാട്ടുകര സ്വദേശി ഷാറൂഖ്, മുഹമ്മദ് വാഹിദ് എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാമനാട്ടുകരയിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. വാഹന കച്ചവടം നടത്തുന്നതിന് ബാംഗ്ലൂരിൽ പ്രതികളിൽ 2 പേർ വാഴക്കാട് സ്വദേശിയുമായി പോയിരുന്നു. കുറച്ചു ദിവസം അവിടെ ചിലവഴിച്ച് സംഘത്തിന് കച്ചവടം നടക്കാത്തതിനെ തുടർന്ന് പ്രതികൾ പരാതിക്കാരനെ കൂട്ടാതെ തിരിച്ചുപോന്നു. തുടർന്ന് ബസ് മാർഗം കോഴിക്കോട് വഴി ഞായറാഴ്ച ഉച്ചയ്ക്ക് വൈദ്യരങ്ങാടി എത്തിയ പരാതിക്കാരൻ സുഹൃത്തുമൊന്നിച്ച് ബൈക്കിൽ വാഴക്കാട്ടേക്ക് പോകുവാൻ പെട്രോൾ പമ്പിലെത്തിയ സമയം 2 കാറുകളിലായി എത്തിയ 6 സംഘം പരാതിക്കാരനെ തടഞ്ഞ് ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പള്ളിക്കൽ ബസാറിലുള്ള പ്രതികളുടെ ഒരാളുടെ വീട്ടിൽ തടങ്കലിലാക്കി. ബാംഗ്ലൂരിൽ ചെലവായ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് പരാതിക്കാരന്റെ സുഹൃത്തുക്കൾ തിങ്കളാഴ്ച ഗൂഗിൾ പേ വഴി 20,000 രൂപ അയച്ചു കൊടുത്തതിനെ തുടർന്ന് ഇയാളെ വാഴക്കാട്ടെ വീട്ടിൽ ഇറക്കിവിട്ടു. പോലീസിൽ പരാതി നൽകിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ പരാതി നൽകിയില്ല. തുടർന്ന് വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഇടപെടലിനെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് 3 പേർ പിടിയിലായത്. കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ്, ഇൻസ്പെക്ടർ പി എം ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ വി ജിഷിൽ, ജിജോ, ASI രവീന്ദ്രൻ, CPOമാരായ ലിജിൻ, ഫിറോസ്, സുഹൈബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ, കൊണ്ടോട്ടി.